ഹലോ ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം Iqoo Neo 9 Proൻ്റെ ഒരു ഇവൻറ്റ് പോയില്ലേ. അപ്പോൾ ഫോണിനെ കുറിച്ചൊരു റിവ്യൂ ആണ് നമ്മുടെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ് നമ്മുടെ Iqoo Neo സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാനിത് പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈനാണ്. അപ്പം ഡ്യുവൽ കളർ കോംബോ ആണ് ഇതിന് വന്നേക്കുന്നത്. ഓറഞ്ച് ആൻഡ് വൈറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ലെതർ ഫിനിഷാണ് ഇതിന് വന്നേക്കുന്നത്. ഫോൺ കാണാൻ അടിപൊളിയാണ്. അതിൻ്റെ ഫ്രെയിം ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇതിൻ്റെ കൂടെ വരുന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ വേറൊരു കളറുണ്ട്, ഇതിൻ്റെ ബ്ലാക്ക് കളർ കാണാൻ ഒരു എജ്ജാതിയുണ്ട്, കുറച്ച് വെയിറ്റ് കൂടിയ പോലെയാണ്. എന്ന് വെച്ചാൽ ഒരു മെറ്റൽ ഫിനിഷാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. അപ്പം അടിപൊളി ഒരു ഫോണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ്. പക്ഷേ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ക്യാമറ ഭാഗത്ത് വരുവാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ഡീസൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സോണിയുടെ ഒരു 50 മെഗാ പിക്സൽ, നമ്മുടെ വിവോയുടെ X100 നിന്ന് വരുന്ന ക്യാമറയാണ് ഇതിൽ വെച്ചേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. ഇതിൻ്റെ 8K റെക്കോർഡിംഗ് ഉണ്ട്. അതേസമയം 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അതേസമയം ഇതിൻ്റെ അത് ഫോട്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 2x പോർട്രേറ്റ് സൂം വരെ കമ്പാറ്റബിൾ ആണ്. എന്നാലും ഇതിൻ്റെ സാമ്പിൾസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതാണ് എൻ്റെ ക്യാമറ ക്വാളിറ്റി. ഇന്ന് വരുന്ന ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫ്ലാറ്റ് സ്ക്രീനാണ്. അപ്പം ഇതിൻ്റെ അടുത്ത് വരുന്ന ഡിസ്പ്ലേ എന്ന് വെച്ചാൽ LTPO AMOLED 144 Hz ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേ കാണുമ്പോൾ നല്ല പറക്കുന്ന ഒരു 144 Hzൻ്റെ ഒരു ഫീലില്ലേ, ആ ഒരു ഫീൽ നമുക്ക് പറക്കുന്ന ഒരു ഫീൽ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രോസസ്സർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. എന്ന് വെച്ചാൽ Snapdragon 8 Gen 2. അപ്പം 8 Gen 2നെ പ്രത്യേകിച്ച് പറയേണ്ട, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി അതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം. അപ്പം ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു Iqooൻ്റെ ഒരു അഡീഷണൽ ചിപ്പ് ഉണ്ട്. ആ ചിപ്പ് കൊണ്ട് നമുക്ക് ഗെയിമിനെ കുറച്ചുകൂടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യും. അതേസമയം ഒരു മോൺസ്റ്റർ മോഡുണ്ട്. ഏത് ഗെയിം ആണെങ്കിൽ അതിൻ്റെ മാക്സിമം പെർഫോമൻസ് ഇതിന് തരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററിയും ചാർജ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററി വന്നേക്കുന്നത് വെച്ചാൽ 5160 മില്ലി ആംസ് ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അതേസമയം ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 120 വാട്ട് ചാർജിങ് ആണ് ഇതിന് വരുന്നത്. അതേസമയം ഇതൊരു ഫുൾ ചാർജൊക്കെ ഏകദേശം പറയുന്നത് വെച്ചാൽ അവർ പറയുന്ന സമയം എന്ന് വെച്ചാൽ 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ടെക് എക്സ്പീരിയൻസ്, ഫോണിൻ്റെ റിവ്യൂ എക്സ്പീരിയൻസ് ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക കൂട്ടുകാരനോട്. നിങ്ങളുടെ ഫോൺ ഏതാണോ ഫോൺ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ Iqoo യൂസറാണ്, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.